അവർ ഒളിച്ചോടിയത് തന്നെയാണോ? അതെ മഹാരാജാവേ. എന്നിട്ട് അവരെ പിടികൂടിയില്ലേ? ഒന്നിലധികം അസുര സൈന്യം കൂടെ രഥത്തിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടുന്ന അവരുടെ അടുത്തെത്തിയപ്പോൾ രണ്ടുപേരും കെട്ടിപ്പുണർന്ന് മലമുകളിൽ നിന്നും താഴേക്ക് ചാടി മരിച്ചു. അവരുടെ ശവമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ആ വിശ്വാസവഞ്ചകരെ കാണണം. എത്രയോ ആഴമുള്ള ചുരത്തിന്റെ അടിയിലാണ് അവർ വീണത്. ശവം പോലും കാണാനുണ്ടായിരുന്നില്ല. ലോകങ്ങൾ ജയിച്ചു, ദേവന്മാരെ വിജയിച്ചു. അഖില ലോക നർത്തകിയായ ഉർവശിയെ കടിഞ്ഞാനിട്ട് പരാജയപ്പെടുത്തി നാം വിജയിച്ചു. എന്നിട്ട് കേവലം ഭൂമിയിലെ ഒരു പീറ രാജാവിന്റെ നർത്തകിയോട് നാം തോറ്റുപോവുക. നമ്മെ യുദ്ധം ചെയ്യാതെ ആയുധങ്ങൾ തൊടുത്തു വിടാതെ തോൽപ്പിച്ച ആദ്യത്തെ സ്ത്രീയാണ് കർണിക. മഹാരാജൻ, അങ്ങേക്ക് വരം ലഭിച്ച പർവ്വത ശിഖരത്തിൽ എല്ലാ ദേവന്മാരും വൈകുണ്ഠനാഥന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്ന് നമ്മളോട് യുദ്ധത്തിന് സന്നാഹം കൂട്ടുന്നു. അങ്ങനെ എല്ലാ ദേവന്മാരും ഒത്തുനിന്നാലും ഉണ്ടാവാൻ പോകുന്ന ദേവാസുര യുദ്ധത്തിൽ നമ്മെ കൊല്ലാൻ ആണുങ്ങളായ ഒരുത്തനും കഴിയില്ല ശിശുര. എന്നാൽ ഈ യുദ്ധത്തിന് നമ്മൾ തയ്യാറാവണ്ടേ? ദേവന്മാരോടാണ് യുദ്ധം. നമ്മൾ ശക്തമായി കരുതിയിരിക്കണം. ദേവന്മാരുടെ യുദ്ധത്തെ പേടിയുണ്ടോ ശിശുറിന്? ഇല്ല മഹാരാജൻ. പക്ഷേ യുദ്ധത്തിൽ മഹാരാജാവിനെ മാത്രമേ പുരുഷന്മാർക്ക് കൊല്ലാതിരിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവരെ അവർ നാമാവശേഷമാക്കില്ലേ? അതത്ര എളുപ്പമല്ല. യുദ്ധത്തിൽ അവർ ഒരു സ്ത്രീയെ കൂടി മഹാരാജാവിനോട് പൊരുതാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ ചാരന്മാരൊന്നും ആ വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ലല്ലോ. ശിശുരൻ ചാരന്മാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി അതാരാണെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും അറിയാൻ പറയൂ. ചില രഹസ്യ വിവരങ്ങൾ അറിയാൻ സേനാനായകൻ പോയിട്ടുണ്ട് മഹാരാജാവേ. കുതർക്കൻ മടങ്ങി വരട്ടെ, നമുക്ക് നേരമുണ്ട്. ശിശുരൻ ഭയപ്പെടേണ്ട. ഈ യുദ്ധത്തിൽ ദേവന്മാർ തോൽക്കും, തോൽപ്പിക്കും. പിന്നെ സ്ത്രീ പെണ്ണിനെ മെരുക്കിയെടുക്കാൻ മഹിഷാസുരനെ വൈകുണ്ഠനാഥനും കൈലാസനാഥനും പഠിപ്പിക്കണോ? സംഗീതം പഠിക്കാത്തവനും രുദ്രവീണ വിരൽ കൊണ്ട് തൊട്ടാൽ ശബ്ദിക്കും. പെണ്ണും ഒന്നും പഠിക്കാത്തവരാണ് പുരുഷനെങ്കിലും തൊട്ട് തലോടിയാൽ ആയുധം കീഴവയ്ക്കുകയും അംഗവസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്യും. അതാണ് സ്ത്രീ. ആ സ്ത്രീയെ മഹാമഹിഷാസുര ചക്രവർത്തി മഹിഷാസുരന് പേടിയില്ല. മഹാരാജാവ് വിജയിച്ചാലും നാം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. തോൽക്കുന്നത് ദേവന്മാരാണ്. ഉദർക്കന് കിട്ടിയ വിശേഷ വാർത്തകൾ: വൈകുണ്ഠനാഥന്റെ നേതൃത്വത്തിലാണ് യുദ്ധസന്നാഹം. എല്ലാ ദേവന്മാരും ഒന്നിച്ചു കൂടുന്നത് അവിടുന്ന് തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരം തേടിയ പർവ്വത ശിഖര മണ്ഡപത്തിൽ വെച്ചാണ്. അങ്ങയെ തോൽപ്പിക്കാൻ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാനാണ് എല്ലാവരും അവിടെ ഒത്തുകൂടുന്നത്. അതേത് സ്ത്രീ? ഈ ഭൂലോകത്ത് അങ്ങനെ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിച്ച ഏത് സ്ത്രീയുണ്ട്? ഒരു സ്ത്രീ ഉണ്ടാവില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവും, ഉണ്ടാവും, ഉണ്ടാക്കും. മഹിഷാസുര, നിന്നെ തോൽപ്പിക്കാൻ പോകുന്ന സ്ത്രീ ജനിക്കാൻ പോകുന്നു. കരുതിയിരുന്നു